എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനുള്ള അപേക്ഷകൾ എപ്പോഴാണ് നൽകാൻ സാധിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഓപ്ഷനുകൾ നൽകേണ്ടത്, അപേക്ഷിക്കും മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ വിദ്യാർത്ഥികളുടെ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നാളെയോ മറ്റന്നാളോ, അതായത് ജൂൺ 16-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ. നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണോ കിട്ടിയത്, MRS കോട്ടയിലാണോ, അല്ലെങ്കിൽ ഈ ഒരു മെറിറ്റ് കോട്ടയിലാണോ, അതായത് SWS വിഭാഗത്തിൽ വഴിയാണോ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് അവിടെ നിങ്ങൾ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഒന്നിലധികം കോട്ടകളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സ് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെന്റ് കിട്ടി പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നിലധികം കോട്ടകളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് ഒരു സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, MRS കോട്ട, ഇതുപോലെ വിവിധ കോട്ടകളിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ നേടാൻ കൂടുതൽ താല്പര്യം അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെന്റുകളൊക്കെ ഒരേ കാലയളവിൽ തന്നെയാണ് വിവിധ കോട്ടകളിലേക്ക് നടക്കുന്നത് എന്നുള്ളതിനാൽ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒന്നിലധികം കോട്ടയിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ നേടുകയാണെങ്കിൽ പിന്നീട് മറ്റ് കോട്ടയിലേക്ക്, അത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്യാത്ത കോട്ടയിലേക്ക് പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സുകളിൽ മാത്രം ജോയിൻ ചെയ്യുക. ഇനി ആർക്കൊക്കെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതായത് ജസ്റ്റ് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞുതരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെ ഈ ഒരു 3 ലിങ്കുകൾ വഴി നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, അപ്പോൾ ഈ ഒരു 2 കോട്ടകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എല്ലാം നടക്കുന്നത് നിങ്ങൾ നേരിട്ട് പോയിട്ട് അപേക്ഷ കൊടുത്ത് അഡ്മിഷൻ നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലുമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ പിന്നീട് ആ ഒരു കോട്ടയിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ കോഴ്സ് എങ്കിലും മാറാൻ പറ്റത്തുള്ളൂ. സ്കൂളോ മറ്റോ മാറുന്നതിനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല, മാനേജ്മെൻറ്റ് കോട്ടയിലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ ആണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. താല്പര്യമില്ലാത്ത കോഴ്സിലേക്ക് യാതൊരു കാരണവശാലും ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ ജോയിൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞു കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേനയോ അതല്ലെങ്കിൽ MRS മുഖേനയോ സ്പോർട്സ് കോട്ട മുഖേനയോ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റത്തില്ല, എന്നാൽ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പെർമനന്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പെർമനന്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ ഒക്കെ ആയിരിക്കും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏത് കോട്ടയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് അവിടെ നിങ്ങൾ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ നാളെയോ മറ്റന്നാളോ, അതായത് ജൂൺ 16-ഓ 17-ഓ തീയതികളായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ പെർമനന്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കാം. അപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വിവിധ തരത്തിൽ, അതായത് വിവിധ കാറ്റഗറി, അതായത് ടൈപ്പ് ആയിട്ട് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളൊരു സ്കൂളിൽ ഇപ്പോൾ അഡ്മിഷൻ നേടുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറുന്നതിനായിട്ട് നിങ്ങൾ സ്കൂളിൽ നിന്നും കോഴ്സിലേക്ക് മാറ്റം വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാം. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയിട്ടില്ല, മറ്റൊരു സ്കൂളാണ് ഇഷ്ടപ്പെട്ടത്, എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോഴ്സ് ഇഷ്ടപ്പെട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് കോഴ്സ് മാറാതെ സ്കൂൾ മാത്രം മാറുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഓപ്ഷൻ വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളൊരു സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടി. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ കോഴ്സും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം മറ്റൊരു സ്കൂളിലാണ്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലെ വേറൊരു കോഴ്സിലേക്കാണ് നിങ്ങളുടെ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. അത് സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ എന്ന സ്കൂളിലാണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടുന്നത്. എനിക്ക് അവിടെ കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ്, എനിക്ക് ബയോളജി സയൻസിലേക്ക് വേണം. അങ്ങനെയെങ്കിൽ എന്ന സ്കൂളിൽ നിന്ന് ഞാൻ എന്ന സ്കൂളിലെ തന്നെ ബയോളജി സയൻസിലേക്ക് ഞാൻ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്നു. ഇനി അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു എന്ന സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബയോളജി സയൻസ് ആണ്, എന്നാൽ
വിദ്യാർത്ഥികൾക്ക് ബി എന്ന സ്കൂളിൽ ബയോളജി സയൻസ് പഠിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ബി എന്ന സ്കൂളിൽ ഞാൻ കോഴ്സ് മാറാതെ ബയോളജി സയൻസിലേക്ക് തന്നെ ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് എ എന്ന സ്കൂളാണ്. അപ്പോൾ എ എന്ന സ്കൂളിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ എനിക്കെന്നാൽ ബി എന്ന സ്കൂളിൽ എനിക്ക് ഹ്യൂമാനിറ്റീസ് അല്ല വേണ്ടത്, അതായത് മറ്റൊരു കോഴ്സാണ്. അപ്പോൾ ബി എന്ന സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ആദ്യത്തെ സ്കൂളാണെങ്കിൽ അവിടെ കോഴ്സ് ഇഷ്ടപ്പെടാത്തത് കാരണം ആ ഒരു കോഴ്സ് മാറ്റത്തിനായിട്ട് ഞാൻ ട്രാൻസ്ഫറിലായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്കൂളാണെങ്കിൽ എനിക്ക് ആ ഒരു സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മറ്റൊരു സ്കൂളിലേക്ക് ആ ഒരു ആദ്യം കിട്ടിയ ആ ഒരു സെയിം കോഴ്സിൽ തന്നെ ഞാൻ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്നു. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ അവിടെ കിട്ടിയ കോഴ്സും ഇഷ്ടപ്പെട്ടില്ല, സ്കൂളും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു സ്കൂളാണ് ഇഷ്ടപ്പെട്ടത്, അവിടുത്തെ വേറൊരു കോഴ്സിലേക്കാണ് എനിക്ക് അഡ്മിഷൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എനിക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വെക്കണമെങ്കിലും, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ചായിരുന്നു 2 സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. 2 സ്കൂളിലല്ല 10 സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ മാറുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളും കോഴ്സുകളും മാത്രമേ, അല്ലെങ്കിൽ കോഴ്സുകളിലേക്ക് മാത്രമേ നിങ്ങൾ ഓപ്ഷനുകൾ നൽകാവൂ. അല്ലാതെ താല്പര്യമില്ലാതെ സ്കൂളുകളിലേക്ക്, അത് 10 ഓപ്ഷനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ 10 ഓപ്ഷൻ കൊണ്ടുപോയിട്ട് കൊടുക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ നൽകാവൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ഓപ്ഷനുകളും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അല്ലാതെ ഒരു 10-20 ഓപ്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 10-20 ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കാനാണ് താല്പര്യം, അതുപോലെ ഏത് സ്കൂളിലാണ് പഠിക്കാൻ താല്പര്യം എന്നുള്ളതനുസരിച്ച് മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാവൂ. അത് ഒരു ഓപ്ഷൻ ആയിരുന്നാലും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻസ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതായത് ഒന്നിലധികം ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. കാരണം ആപ്ലിക്കേഷൻ കൺഫേം ചെയ്താൽ യാതൊരു കാരണവശാലും അത് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയാൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക്, സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ആകാം, അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാം, അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് എനിക്ക് ഓപ്ഷനുകൾ വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ആദ്യത്തെ, അത് നിലവിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം കിട്ടിയുള്ള സീറ്റ് നഷ്ടപ്പെടുത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും, അത് നഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആദ്യം കിട്ടിയ സീറ്റ് പോകത്തുള്ളൂ. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് അവിടെ തന്നെ തുടരുന്നത് ആയിരിക്കും, അതായത് അത് നഷ്ടപ്പെടുന്നത് അല്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത ഒരു വിദ്യാർത്ഥി മെറിറ്റ് സീറ്റിൽ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ, അതായത് ഈ ഒരു ഏകജാല സംവിധാനം HSCAP വെബ്സൈറ്റ് വഴി ആയിരിക്കണം ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ഒരു നിബന്ധനയാണ്. അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രമേ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാവൂ എന്നുണ്ട്. അതുപോലെ തന്നെ കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ എന്ന സ്കൂളിൽ നിന്നും എനിക്ക് എന്ന സ്കൂളിൽ തന്നെ, അതായത് ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ്, എനിക്ക് എന്ന സ്കൂളിൽ തന്നെ ബയോളജി സയൻസിലേക്ക് വേണമെന്ന് വിചാരിച്ചു ഞാൻ ട്രാൻസ്ഫർ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഈ ഒരു സീറ്റ് അവിടെ തന്നെ, അതായത് ആ ഒരു ഹ്യൂമാനിറ്റീസിലെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. അതേസമയം എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ സമയത്ത് എന്നോട് കുറച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞു, അതായത് ഈ ഒരു ബയോളജി സയൻസിൽ നല്ലത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, അപ്പോൾ അങ്ങനെയെങ്കിൽ അത് പഠിക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുന്നതല്ല. കാരണം ഓൾറെഡി എനിക്ക് ട്രാൻസ്ഫർ അനുവദിക്കുന്നത് ഇവിടുത്തെ സീറ്റ് റദ്ദ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് മറ്റൊരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കൊടുക്കും, എനിക്കാണെങ്കിൽ ഇവിടേക്ക് ട്രാൻസ്ഫർ തരികയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞത് ആ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണമാണ്, അല്ലാതെ ബയോളജി സയൻസ് മോശമെന്നല്ല. ബയോളജി സയൻസാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയാനുള്ളത്. കാരണം ഈ ഒരു ബയോളജി സയൻസ് പഠിച്ചാൽ നിങ്ങൾ ഈ ഒരു കൊമേഴ്സ്, അതുപോലെ ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏതൊരുവിധ തുടർ പഠന സാധ്യതകളും ഈ ഒരു ബയോളജി സയൻസിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബയോളജി സയൻസ് എടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിന് നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ സിമ്പിളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസിലേക്ക് മാറാനാണ് ആഗ്രഹമെങ്കിൽ ആ ഒരു ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നിങ്ങൾക്ക് ഈ ഒരു +2 ശേഷം നീറ്റൊക്കെ ചെയ്ത് ഡോക്ടറും കാര്യങ്ങളൊക്കെ ആവണമെങ്കിൽ ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇനി ഒരു ട്രാൻസ്ഫറിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇന്ന സ്കൂളിൽ ഇത്ര വീതം വേക്കൻസി, ഇന്ന കാറ്റഗറിയിലൊക്കെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു വേക്കൻസി ലിസ്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങോട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാം. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അത് ജസ്റ്റ് നിങ്ങളിപ്പോൾ എന്ന സ്കൂളിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾ എന്ന സ്കൂളിൽ തന്നെ കൊമേഴ്സ് അല്ല ഈ ഒരു ബയോളജി സയൻസിലേക്ക് ഓപ്ഷൻ വെച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടേക്ക് മറ്റൊരു വിദ്യാർത്ഥി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും, അതായത് ആ ഒരു
നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ നേടിയ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് സീറ്റിലേക്ക് വേറൊരു വിദ്യാർത്ഥി ചിലപ്പോൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ ആ ഒരു സീറ്റിലേക്ക് അലോട്ട്മെന്റ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സീറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്ന സമയത്ത് ആ ഒരു സീറ്റിലേക്ക് വേറൊരു വിദ്യാർത്ഥി അവിടേക്ക് അലോട്ട്മെന്റ് ലഭിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു ഓപ്ഷനുകൾ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഇപ്പോൾ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ യൂണിഫോം അതുപോലെ തന്നെ ബുക്ക് അതുപോലുള്ള കാര്യങ്ങൾ വായിക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്കാണ് മാറാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂണിഫോം വായിക്കേണ്ടതില്ല. കാരണം യൂണിഫോം വെറുതെ വേസ്റ്റ് ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വായിക്കേണ്ടതില്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. ഈ ഒരു SWSO അല്ലെങ്കിൽ MRSO സ്പോർട്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് കോട്ടയിൽ അലോട്ട്മെന്റ് നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളോട് ഒരു സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അതായത് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനുള്ള പേജിലേക്ക് പോകും. അവിടെ ഓൾറെഡി നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും നൽകി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഏത് സ്കൂളിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ ആ സ്കൂളിൻ്റെ കോഡും അതുപോലെ ഏത് കോഴ്സിലാണ് അലോട്ട്മെന്റ് കിട്ടിയത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള ഭാഗമാണ്. ഇവിടെ ഓപ്ഷൻ നമ്പർ ഏതാണ് അതുപോലെ തന്നെ ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൻ്റെ കോഡ് കൊടുക്കണം. അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ആഡ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നൽകുന്ന എല്ലാവിധ ഓപ്ഷൻസും ആ സീരിയൽ നമ്പർ അതുപോലെ തന്നെ സ്കൂൾ അതുപോലെ തന്നെ കോഴ്സ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഓരോ ഓപ്ഷൻ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതിനനുസരിച്ചും ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നുണ്ടോ അതനുസരിച്ച് മാത്രം നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ വയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ എനിക്ക് ബയോളജി സയൻസാണ് എനിക്ക് പഠിക്കാൻ താല്പര്യം. അപ്പോൾ ഞാൻ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഞാൻ യാതൊരു കാരണവശാലും ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബയോളജി സയൻസ് ഞാൻ മാത്രം ഓപ്ഷൻ വെക്കും. അതേസമയം നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ട് കൊമേഴ്സ് അല്ല കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ബയോളജി സയൻസ് മാത്രമാണ് പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ബയോളജി സയൻസ് മാത്രമേ ഞാൻ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമേ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ നൽകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നൽകിയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളും കോഴ്സുകളും നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എനിക്കിപ്പോൾ പഠിക്കാൻ താല്പര്യം ബയോളജി സയൻസ് ആണ്, എനിക്ക് ബാക്കിയുള്ള കോഴ്സുകളൊന്നും വേണ്ട, എനിക്ക് നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് കൊമേഴ്സിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ കൊമേഴ്സിലാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ബയോളജി സയൻസിലേക്കാണ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ബയോളജി സയൻസിലേക്ക് മാത്രം ഓപ്ഷൻ വെക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലായിരിക്കും താല്പര്യം അല്ലെങ്കിൽ കൊമേഴ്സിലായിരിക്കും താല്പര്യം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലായിരിക്കും. ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഹ്യൂമാനിറ്റീസ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ ഇതിലേതിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വെക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള സ്കൂളുകളിലേക്ക് മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കാവൂ. അല്ലാതെ വളരെയധികം ദൂരെയുള്ള സ്കൂളുകളിലേക്കൊന്നും ഓപ്ഷൻ അറിയാതെ മാറിപ്പോകരുത്. കാരണം പല വിദ്യാർത്ഥികൾക്കും മുൻ വർഷങ്ങളിൽ അറിയാതെ മാറിപ്പോയിട്ട് വളരെ ദൂരെയുള്ള സ്കൂളിലൊക്കെ ഓപ്ഷൻ വെച്ച് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ജില്ലയിൽ വളരെയധികം ദൂരെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് വെക്കുക. അതുപോലെ നൽകുന്ന സ്കൂളുകളുടെ പേരും അതുപോലെ കോഴ്സിൻ്റെ ആ ഒരു കോഡും അതുപോലെ കോഴ്സിലുള്ള കോമ്പിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ബയോളജി സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോഴ്സ് കോഡ് 1 ആണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 5 ആണ്. അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ സാധാരണ 39, 35 ഇതൊക്കെ കൊമേഴ്സ് ആണ് വരിക. അതുപോലെ 36 ഇതൊക്കെ കൊമേഴ്സിലാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ 11 ഒക്കെ ആണെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കോഴ്സ് കൊടുക്കുന്ന സമയത്ത് കോഴ്സ് കോഡ് തെറ്റിയിട്ടില്ല എന്നാൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് മാത്രം ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊടുത്ത സ്കൂൾ മാറിയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന കോഴ്സ് മാറിയിട്ടില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു 2 പ്രാവശ്യമെങ്കിലും വെരിഫൈ ചെയ്യേണ്ടതാണ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികൾക്കും നൽകിയിട്ടുള്ള ഓപ്ഷൻസ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്കൂൾ മാറിയിട്ട് വളരെ ദൂരെയുള്ള സ്കൂളൊക്കെ അറിയാതെ കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും തെറ്റിപ്പോകരുത്. ആ ഒരു കാര്യം കൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ അതിനനുസരിച്ച് അതിലേക്ക് മാത്രം ഓപ്ഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും. അതുപോലെ പഠിക്കാൻ കുറച്ച് ടഫുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം +2 ശേഷം എന്താവാനാണ് ആഗ്രഹം അതനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് +2 ശേഷം ഏത് മേഖലയിലേക്കും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു 60% മാർക്ക് വായിച്ചാൽ മതിയാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു മേഖലയിലേക്കും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല മാർക്ക് നിങ്ങൾ ഈ ഒരു +1 +2 നന്നായിട്ട് പഠിച്ച് മാർക്ക് വായിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ കോഴ്സൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ കൊടുത്ത ശേഷം നിങ്ങൾക്ക് അവസാനമായിട്ട് നിങ്ങൾ ആ ഒരു എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണെന്ന് കൺഫേം ചെയ്യാൻ
അതായത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്നും തെറ്റിപ്പോയിട്ടില്ല എന്ന് കൺഫേം ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും കൊടുത്തു എന്നുള്ളത് കൂടി കൺഫേം ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര് ആണ് ഉണ്ടാവുക, അതായത് ഐ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേരുണ്ടാവും. അതിനുശേഷം അതായത് ഞാൻ കൺഫേം ചെയ്യുന്നു, അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കിട്ടിയിട്ടുള്ള കോഴ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് എങ്ങനെയാണോ ട്രാൻസ്ഫർ കിട്ടുന്നത് ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് എവിടെയാണോ കിട്ടിയത് അവിടേക്ക് മാറുമെന്ന് ഉറപ്പ് നൽകുന്നു എന്നാണ് ഈ ഒരു ഡിക്ലറേഷൻ്റെ ആ ഒരു മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാം. അതുപോലെ തന്നെ അതിന് നേരെയായിട്ട് ക്യാൻസൽ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതെ ആ ഒരു ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ നൽകിയെന്ന് കൺഫേം ചെയ്തു. ഇനി എഡിറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും എന്തൊക്കെയാണ് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി യാതൊരു വിധത്തിലുള്ള ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷനിൽ എഡിറ്റും ചെയ്യേണ്ടതില്ല എന്ന് കൺഫേം ചെയ്ത ശേഷം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു 2 ദിവസം കൊണ്ടാണ് വരിക, ചിലപ്പോൾ 1.5 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ പുതുതായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഞാനിപ്പോൾ ട്രാൻസ്ഫർ വെച്ചു എന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, ഞാൻ എന്ന സ്കൂളിൽ തന്നെ ബയോളജി സയൻസിലേക്ക് ഞാൻ ട്രാൻസ്ഫർ വെച്ചു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമാണ് ട്രാൻസ്ഫർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിവിടെ ട്രാൻസ്ഫർ കിട്ടിയെങ്കിൽ എനിക്ക് ആ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടാവും. കാരണം ഹ്യൂമാനിറ്റീസ് നിന്ന് ബയോളജി സയൻസ് ആകുമ്പോൾ ഏകദേശം കുറച്ച് ഫീസ് എക്സ്ട്രാ വരും. അപ്പോൾ ആ ഒരു ഫീസ് ഞാൻ അടച്ചുകൊണ്ട് അവിടുത്തെ സീറ്റ്, അതായത് ഇവിടെ ഞാൻ ഒരു ജൂൺ 18 ക്ലാസ് ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് എന്നോട് ജസ്റ്റ് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വന്നിട്ട് പറയും, അതായത് പുതുതായിട്ട് നിങ്ങൾക്ക് ബയോളജി സയൻസിലേക്ക് അതായത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ കിട്ടിയവർ ആ ഒരു ബയോളജി സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ പോകും. അപ്പോൾ അത്ര മാത്രമാണുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയത് അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ടീച്ചേഴ്സ് പറയും. നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയും. അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരിച്ചു തരും. അതുപോലെ നിങ്ങളുടെ PT ഫണ്ട് PT ഡൊണേഷൻ എന്നിവ നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും. അഡ്മിഷൻ ഫീസ് തിരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ അഡ്മിഷൻ ഫീസിന് പകരം നിങ്ങൾ ആ ഒരു അഡ്മിഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ കൊടുത്താൽ മതി. അതോടൊപ്പം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും PT ഫണ്ടും PT ഡൊണേഷനും ഒക്കെ തിരിച്ചു തന്നിട്ടുണ്ടാകും. അതൊക്കെ എടുത്തുകൊണ്ട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടിയാൽ മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ എനിക്കത് വേണ്ട, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ചു, ചിലപ്പോൾ അത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സ് ആയിരിക്കാം. ഇനി അതല്ല, അതായത് ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം, ഞാനിപ്പോൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ അപേക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വെച്ച സമയത്ത് എനിക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത് ആ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ആ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആ ഒരു സീറ്റ് എനിക്ക് നഷ്ടപ്പെടും. അപ്പോൾ അവിടേക്ക് മറ്റൊരു വിദ്യാർത്ഥിക്ക് അങ്ങോട്ടേക്ക് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആ ഒരു മറ്റൊരു സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിക്ക് ആദ്യം എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന അവിടേക്ക് ട്രാൻസ്ഫറായി അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് പിന്നീട് എനിക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനായിട്ട് പിന്നീട് ആ ഒരു സമയത്ത് പറ്റില്ല. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ പോവേണ്ടതായിട്ട് വരും. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടുത്തെ സീറ്റിൽ നിങ്ങൾക്ക് അവിടെ തുടരാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സീറ്റ് ട്രാൻസ്ഫർ കിട്ടാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ അഡ്മിഷൻ നേടിയ ശേഷം, അത് പെർമനന്റ് അഡ്മിഷൻ നേടിയ ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.